ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്, അതുപോലെ കാണിക്കാൻ പോകുന്നത്, പഴയ ഒരുപാട് വർഷം മുമ്പേ നമ്മുടെ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ഇവിടെ നിലവിലുണ്ടായിരുന്നു. ഒരുപാട് ടൈം ബാറ്ററികൾ മാറ്റിയിട്ടുണ്ട്. അതിന് നമുക്ക് ഏറ്റവും അപ്ഡേഷന് ഈ വെള്ളം ഒഴിക്കേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ സാരി ഇവിടെ ഇത്രയും ക്യാനുകൾ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ അല്ലേ. ഓക്കെ, ഒരുപാട് ബാറ്ററികൾ ഇപ്പോൾ നമ്മളാണ് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ എന്നോടൊപ്പം കാണിച്ചു തരാം. ഇവിടെ നമ്മൾ 5 കിലോ വാട്ടിൻ്റെ അങ്ങനെ 3 ആയിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ വേണമെങ്കിൽ കൂട്ടാം. ഇവൻ ഈ കാണുന്ന വലുപ്പം നോക്കേണ്ട. നമ്മളിപ്പോൾ ഉദാഹരണം ഈ ഒരു ഇൻവെർട്ടറിലേറെ നമുക്ക് ലോഡ് എടുക്കാം. ഇപ്പോൾ 7ഉം 8ഉം എത്ര KV ഒക്കെ ഇത് പറഞ്ഞിരുന്നത്? ഇത് 6 KV എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിന് 3000-4000 നമ്മളെ ഇൻവെർട്ടറിന്റെ എങ്ങനെ വെച്ചാൽ ട്യൂബുലർ ബാറ്ററി ഒക്കെ വരുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു 2000-3000 ഒക്കെ കണ്ടിന്യൂസ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇതിന് നമുക്കൊരു 6500 പറഞ്ഞാലും ഒരു 5000 വാട്ടൊക്കെ നമുക്ക് ശരിക്കും ലോഡ് ചെയ്യാം. ഇത് പ്രദീപ് സാറ് ഓക്കെ, നമ്മള് ഒരുപാടായി നമ്മുടെ വാട്സാപ്പിൽ എത്ര വർഷമായി നിങ്ങൾ ഓഫ് ഗ്രിഡ് ചെയ്തിട്ട്? 10 വർഷത്തിന്റെ മേലെ. 10 വർഷത്തിന്റെ മുകളില് അല്ലേ? എത്ര വട്ടം ബാറ്ററി മാറ്റിയിട്ടുണ്ടാവും? ഇപ്പൊ 3 വട്ടം മാറ്റിയിട്ടുണ്ട്. 3 വട്ടം 10 വർഷത്തിന് മുകളിൽ. ഒരു ബാറ്ററി അല്ല, 2 ബാറ്ററി അല്ല, 8 ബാറ്ററി വെച്ചിട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ കറണ്ട് പോണ ഒരു വിഷയം, ആ ഒരു ഇത് നിങ്ങൾക്ക് മാറ്റണം. ആ ഒരു രീതിയിൽ തന്നെയാണല്ലോ ഈ ഓഫ് ഗ്രിഡ് നിലനിന്ന് പോകുന്നത്. അത്ര തന്നെ. അതിന് ഇവന് നമുക്ക് എന്താ വെച്ചാൽ വെള്ളം ഒഴിക്കേണ്ട, ലൈറ്റ് വെയിറ്റ് ആണ്, ലൈഫാണ്. ഇതിപ്പോ ഈ കാണുന്ന 3 ബാറ്ററി, അവിടെ കാണുന്ന 200 Hന്റെ 8 ബാറ്ററിക്ക് അതിലപ്പുറമാണ് ബാക്കപ്പ്. ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് 15 കിലോ വാട്ട് പക്ക നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇവർ ഈ കാണുന്ന പോലെയല്ല. പിന്നെ നമുക്ക് മൊബൈലിൽ മോണിറ്റർ ചെയ്യാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കറണ്ട് എത്ര ലോഡ് വരുന്നുണ്ട്, കറണ്ട് നിൽക്കുന്നുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവൻ ഇതിൽ നിന്ന് അറിയട്ടെ. ഇതിൽ ലോഡുകൾ അറിയും, നമ്മൾ ഇതിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. മൊബൈലിൽ നമുക്ക് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാം. ഓക്കെ, ഇതിൽ AC സർജ്, DC സർജ്, ലൈനിങ് അറസ്റ്റ് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിലവിൽ ഓൺ ഗ്രിഡ് നിലവിലുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അതിലിപ്പോൾ ഞാനവിടെ കണ്ടപ്പോൾ നല്ല എല്ലാവരോടും പൊതുവായിട്ടുള്ളൊരു ഇൻഫർമേഷൻ പറയാണ്. ഇപ്പോൾ പാനലിൻ്റെ മുകളിൽ പൊടി ചളികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബില്ല് ഇങ്ങനെ കൂടും. അപ്പോൾ എന്താ വെച്ചാൽ പ്രൊഡക്ഷൻ കിട്ടാത്ത കാരണം ഇപ്പം ഞാനവിടെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം അതൊക്കെ പരിഹരിക്കും. ഓക്കെ, പിന്നെ എല്ലായ്പ്പോഴും നമ്മൾ എന്താ വെച്ചാൽ പാനലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ 2-3 മാസം കൂടുമ്പോൾ ജസ്റ്റ് ആരെങ്കിലും ഒന്ന് കയറി വല്ല കാക്കകളോ അല്ലേ പക്ഷികൾ കാര്യങ്ങളൊക്കെ കാഷ്ടിച്ചാൽ വലിയ രീതിയിൽ പ്രൊഡക്ഷനും പാനലിനും ദോഷമാണ്. ഓക്കെ, ഏതായാലും നമ്മളെ വർക്കിനെ ബന്ധപ്പെട്ടിട്ട് വല്ലതും പറയാണ്ടെങ്കിൽ വർക്കൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു വിശ്വാസമായിരുന്നു നിങ്ങൾ തന്നെ ചെയ്യണം. ഞാൻ അന്നേ അത് എന്നോട് പറഞ്ഞതാണ്. പിന്നെ അപ്പത്തിന് ആരിച്ച് വിദേശത്തേക്ക് പോയി. പിന്നെ ഓക്കെ, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ. ഏതായാലും മേലെ ഭാഗങ്ങളും പാനങ്ങളോട് നമ്മൾക്കൊന്ന് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഇവിടെ ഈ പഴയ ഓഫ് ഗ്രിഡിൽ നിൽക്കുന്ന ഈ പഴയ പാനൽ നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ അതിന് വാട്ട് തികയില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ 625 വാട്ടിൻ്റെ ടോപ്പ് ഫോണ് നമ്മളൊരു 5625 വാട്ട് അവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവരുടെ ഇനി ഏത് സമയത്ത് കറണ്ട് പോയാലും ഇതുവഴി ഒരുപാട് യൂണിറ്റും കവറാകും. അവിടെ കറണ്ട് പോകുന്ന ഒരു ടെൻഷനും ഇല്ല. താഴെ കാണുന്ന നിരകളൊക്കെ ഒരുപാട് വർഷം മുമ്പ് ഓൺ ഗ്രിഡ് സിസ്റ്റം അവിടെ നിലവിലുണ്ട്.